ഹലോ ഗടികളെ, അപ്പോൾ ഇന്നത്തെ കാക്കുൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കുളമീൻ. അപ്പോൾ അത് വൃത്തിയാക്കി പൊരിച്ചടിക്കാനാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. കഷ്ടപ്പാടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചല്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാൻ വെള്ളം ഒഴിച്ച് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അവസാനം കൊമ്പനുണ്ട്. അപ്പം അതിനെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മാംസം അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു ഐഡിയ ആയിട്ട് അലക്കല്ലുമേൽ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കാമെന്നാണ് തീരുമാനം. ഒരു 10-30 പ്രാവശ്യത്തിൽ മേലെ കഴുകിയിട്ടുണ്ട്. ലാസ്റ്റ് അവസാനം നമുക്കൊരു തൃപ്തി വരാൻ വേണ്ടി മഞ്ഞപ്പൊടിയും കല്ലുപ്പും ഇട്ടിട്ട് അതിൻ്റെ ഒരു കഴുകുന്നുണ്ട്. ചുട്ടെടുക്കുക, ചെറിയ ഉള്ളിയും ഉണക്കമുളകും. അപ്പോൾ ഗടികളെ, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി കേരളത്തിലെ ഏറ്റവും തല മുതിർന്ന ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ്. ഏതൊക്കെ ഷെഫ് വന്നാലും ആൾക്ക് താഴെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കാക്കു സ്റ്റൈല് വേറെ ഒന്നല്ല, ഞാനിത് മുമ്പ് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയൊരു പച്ചക്കുത്ത് ഫീൽ ചെയ്തുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ പുളിയില, മാവിൻ്റെ ഇല, ഞാര് കളഞ്ഞത്, ചെറുനാരകത്തിൻ്റെ ഇല, ചെറുനാരക നീര്, അതേപോലെ ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, അതേമാതിരി ഈ ചുട്ടെടുത്ത ചെറിയ ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടിയിട്ട് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കുക. കറിവേപ്പിലയും വേണം കേട്ടോ. എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം വരാൽ നന്നായി വരിഞ്ഞതിന് ശേഷം വാഴയിലയിൽ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളത് പൊതിഞ്ഞ് ആ വാഴയിലയുടെ ഞാരെണ്ണെടുത്ത് ഒന്ന് കെട്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻ കൊള്ളുന്ന ഒരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇരുവശവും ഒരു 10 മിനിറ്റ് ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വരാൽ പൊള്ളിച്ചത് റെഡിയാവും.
അവസാനം നമ്മൾ വരാല് പൊള്ളിച്ചത് മാവിലേയും നാരകത്തിൻ്റെ ഇലയും പുളിയിലൊക്കെ കൂട്ടി പൊള്ളിച്ച വരാൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ജ്യൂസി. എന്താ മാവിലേ ആ നീരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട്. അപ്പോൾ നല്ല ജ്യൂസി സോഫ്റ്റ്നെസ്സാണ് കേട്ടോ. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി ഞാനൊന്ന് കഴിക്കട്ടെ. എൻ്റെ പൊന്നെ, ഇതൊരു രക്ഷയില്ല കേട്ടോ. അസാധ്യ ടേസ്റ്റാണ്. ഇതൊരു പൊളപ്പനല്ല, ഒരു പൊളപ്പനായിട്ടാണ്. സത്യം പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെ സ്വന്തം കാക്കു. ബായ്. അപ്പോൾ ടിങ് ടിങ് അടിക്കാൻ മറക്കണ്ട കേട്ടോ.